ഹായ് ഓൾ. നമ്മളിന്ന് ഈ ചെറിയൊരു വീഡിയോ ഇടുന്നത് എന്താണ് EFT എന്നുള്ള ടൂൾ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ്. നമ്മളൊരു ഹീലിംഗ്, നമ്മുടെ സെൽഫ് ഹീലിംഗ് ആയാലും മറ്റുള്ളവരൊരു ഹീലിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ ഒരു ഹീലിംഗ് എന്നുള്ളൊരു ഡൊമൈനിലേക്ക് കടക്കുമ്പോൾ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കുറേ ടൂൾസ് ഉണ്ട്. അതിൽ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ് EFT എന്ന് പറയുന്നത്. EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ് എന്നാണ് അതിൻ്റെ ഒരു എക്സ്പാൻഷൻ നമുക്ക് പറയാൻ പറ്റുക. സോ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യണ ആ നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാണോ അതിനെ റിലീസ് ചെയ്യാനായിട്ടാണ് EFT നമ്മൾ യൂസ് ചെയ്യുന്നത്. EFTനെ നമുക്ക് വേറൊരു രീതിയിലും പറയാം, അതൊരു കൊഗ്നിറ്റീവ് എനർജറ്റിക് സൊമാറ്റിക് ടൂളാണെന്ന് പറയാം. എന്താണ് EFT എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതിനെ കൊഗ്നിറ്റീവ് എനർജറ്റിക് സൊമാറ്റിക് ടൂൾസ് എന്ന് പറയുന്നത്? സൊമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എന്താണ്, ബോഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ടൂൾസാണ് നമ്മൾ സൊമാറ്റിക് ടൂൾസ് എന്ന് പറയുന്നത്. എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ എനർജി ബോഡി ആയിട്ട് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ തോട്ട്സ്, കൊഗ്നിഷനെ എഫക്റ്റ് ചെയ്യുന്ന ടൂളാണ്. ഇത് മൂന്നും നമുക്ക് എന്താണ് EFTയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. EFTയിൽ നമ്മൾ എന്താണ്, നമ്മളൊരു തോട്ട് ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മളെന്താണ്, നമ്മളൊരു എനർജി ബോഡീനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മളെങ്ങനെയാണ് EFTയിൽ വർക്ക് ചെയ്യുക? ത്രൂ ടാപ്പിംഗ് ആണ്. സർട്ടൻ പോയിൻറ്റ്സിൽ ടാപ്പ് ചെയ്തുകൊണ്ടാണ് EFTയിൽ നമ്മൾ വർക്ക് ചെയ്യുക. അപ്പോൾ പൊതുവേ നിങ്ങൾ EFTയുടെ എന്തെങ്കിലും വീഡിയോസോ കാര്യങ്ങളോ വായിച്ചിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആവാം, എങ്ങനെയാണ് കുറച്ചൊരു പോയിൻറ്റ്സിൽ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഈസിലി ഇമോഷൻസും കാര്യങ്ങളും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള എന്തും റിലീസ് ചെയ്യാനായിട്ട് പറ്റണത്? അതിൻ്റെ ഒരു ഐഡിയ നമ്മളൊരു സൈക്കോളജിക്കൽ ബേസിസിൽ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ബോഡിയും അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യണതായിട്ട് കാണാം. നമ്മൾ വളരെ ടെൻസ്ഡ് ആകുമ്പോൾ നമ്മൾ ഹാർട്ട് ബീറ്റ് കൂടും, ബ്രീത്തിങ് കൂടും, അങ്ങനെ അതിൻ്റേതായിട്ടുള്ള ബോഡി റെസ്പോൺസസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മൈൻഡിൽ എന്ത് എഫക്റ്റ് ഉണ്ടാവുന്നുണ്ടോ അത് ബോഡിയിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആങ്ഷ്യസ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ്, നിങ്ങളൊരു ആങ്സൈറ്റിയിൽ മൈൻഡ് നിൽക്കണം, ബോഡിയും ആ ഒരു ആങ്സൈറ്റിയിൽ നിൽക്കണം. ദെൻ നമ്മൾ ഈ സ്പെസിഫിക് പോയിൻറ്റ്സിൽ, EFTയിലെ സ്പെസിഫിക് പോയിൻറ്റ്സിൽ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോയിൻറ്റ്സ് എല്ലാം എന്താണ്, ഇലക്ട്രോ മെക്കാനിക്കലി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പോയിൻറ്റ്സാണ്. സോ നമ്മളവിടെ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ്, ബോഡി ഈസിലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വരും. ബോഡി റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ഗുണം, നമ്മുടെ ബ്രെയിൻ അറ്റ് എ ടൈം രണ്ട് ഡിഫറെൻറ്റ് ഇമോഷൻസ്, രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നേരത്തെ ആങ്സൈറ്റി നിൽക്കുന്നുണ്ടായിരുന്നു മൈൻഡിൽ, ബോഡിയും അതിനോട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ്, ബോഡി വളരെ ഈസിലി റിലാക്സ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് വന്നു. പിന്നെ ആ ആങ്സൈറ്റിക്ക് അതേപോലെ നിൽക്കാൻ പറ്റില്ല. ബോഡി എത്രത്തോളം ഡീപ്ലി റിലാക്സ്ഡ് ആവുന്നുണ്ട് അത്രത്തോളം എന്താണ്, ഈ ആങ്സൈറ്റി റെഡ്യൂസ് ചെയ്ത് വരും. ദെൻ ഈ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. സോ നിങ്ങളൊരു മെമ്മറി ആലോചിക്കുമ്പോഴാണ്, ഒരു കാര്യം ആലോചിക്കുമ്പോഴാണ് ആങ്സൈറ്റി വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ആങ്സൈറ്റിക്ക് പകരം എന്താണ്, ആ റിലാക്സ് സ്റ്റേറ്റാണ് പുതിയൊരു ഇൻഫർമേഷനായിട്ട് നമ്മുടെ ബ്രെയിൻ എടുക്കുക. അതായിരിക്കും നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ നമുക്ക് അതേ സിറ്റുവേഷൻ തന്നെ ആലോചിക്കുമ്പോൾ എന്താണ്, അതേ രീതിയിലുള്ള ടെൻഷൻ ഉണ്ടാവില്ല. ഇതാണ് ബേസിക്കലി EFT വർക്ക് ചെയ്യുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് എന്ന് നമുക്ക് പറയാം. സോ ഇതേ ഒരു രീതി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ടോ, എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ ലിമിറ്റ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ലൈഫിനെ ലിമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നെഗറ്റീവ് ബിലീഫ്സ് തന്നെയാണ്. സോ EFT യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ നെഗറ്റീവ് ബിലീഫ്സും ആ നെഗറ്റീവ് ഇമോഷൻസൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് അതേപോലെ തന്നെ മൈൻഡിൽ നിന്ന് റിലീസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, വളരെ ഈസിലി നമുക്കെന്താണ്, നമുക്ക് വേണ്ട ഒരു ലൈഫിലേക്ക്, നമുക്കൊരു ഫുള്ളി ഫങ്ഷണൽ ആയിട്ടുള്ള ലൈഫിലേക്ക് എത്താൻ പറ്റും. അതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടൂളാണ് EFT. നിങ്ങൾ നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് എനർജറ്റിക് ടൂൾസ് പോലെയല്ല, അതിന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സയൻറ്റിഫിക് ഫ്രെയിം വർക്ക് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ 200 എബോ പേപ്പേഴ്സ് പല രീതിയിൽ EFTയുടെ എഫിഷ്യൻസിനെ കുറിച്ചിട്ടുള്ളതുണ്ട്. CBT പോലെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ ടൂൾസിൻ്റെ ഒപ്പം തന്നെ റിസർച്ചും കാര്യങ്ങളും അതിൻ്റെ റിസൾട്ട്സും EFT കാണിക്കുന്നുണ്ട്. സോ അങ്ങനത്തെ ഒരു സയൻറ്റിഫിക് ഫ്രെയിം വർക്കും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം, നിങ്ങൾക്കത് മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇഷ്യൂസ് വർക്ക് ചെയ്യാനായിട്ട് ഒരു സെൽഫ് ഹെൽപ്പ് ടൂളായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ പലപ്പോഴും പക്ഷേ EFT എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ
എല്ലാവർക്കും ചിലർക്ക് റിസൾട്ട് ഉണ്ടാവും, ചിലർക്ക് റിസൾട്ട് ഉണ്ടായി എന്ന് വരില്ല. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്യൂസ് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ആസ്പെക്റ്റിൽ വർക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പല ടൂൾസും EFT യിലുണ്ട്. EFT എന്നുള്ളൊരു കോമൺ പേരാണ് നമ്മൾ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാലും EFT യൂസ് ചെയ്യണതിന് പല പല സ്റ്റെപ്സും സീക്വൻസും പ്രോട്ടോക്കോൾസും ഉണ്ട്. അത് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ക്ലിനിക്കൽ EFT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, വളരെ ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉള്ള ഒരു മെത്തഡോളജിയാണ്, ഒരു ഹീലിംഗ് മൊഡാലിറ്റിയാണ്. അത് പ്രോപ്പർലി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തൊരു ക്ലിനിക്കൽ ടൂളും പോലെ അതിനൊരു റിസൾട്ട് കിട്ടും. സോ അത് കൃത്യമായിട്ട് പഠിച്ച് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ടൂള് കൊണ്ട് നമ്മുടെ ഒരു 90-95% ഇഷ്യൂസും നമുക്ക് തന്നെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അപ്പുറത്ത് ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അവരെയും നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് EFT യുടെ ഒരു ഗുണം. സോ എന്താണ് EFT എന്നും അതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്നും തോന്നുന്നു. സോ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മൾ എന്താണ്, നമ്മുടെ ബോഡി യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നർ സ്റ്റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. സോ അതിൽ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, നമ്മൾ സ്പെസിഫിക് പോയിൻറ്റ്സിൽ ടാപ്പ് ചെയ്യുന്നുണ്ടാവും. അതിലൂടെ നമുക്ക് എന്താണ്, നമ്മുടെ ആ ഇമോഷൻസും ലിമിറ്റിംഗ് ബിലീഫ്സും എന്തൊക്കെ ഇന്നർ സ്റ്റേറ്റ്സ് ആണ് നമുക്ക് ഡിസ്റ്റർബിങ്, അത് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് EFT നെ കുറിച്ചിട്ടുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. താങ്ക് യു.